അങ്ങനെ ഇന്നലെ നടന്നിട്ടുണ്ടായിരുന്ന സൂപ്പർ കപ്പിലെ അവസാന ഗ്രൂപ്പ് സ്റ്റേജ് മത്സരം, അതായത് കേരള ബ്ലാസ്റ്റേഴ്സും മുംബൈ സിറ്റി എഫ് സിയുമായിട്ട് നടന്നിട്ടുണ്ടായിരുന്ന അവസാന ഗ്രൂപ്പ് സ്റ്റേജ് മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് പരാജയപ്പെട്ടുകൊണ്ട് ഒരു ഗോളിൻ്റെ പരാജയത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് വീണ്ടും ഒരു സൂപ്പർ കപ്പിൻ്റെ ഗ്രൂപ്പ് സ്റ്റേജും കടക്കാതെ പുറത്തായിരിക്കുന്ന സിറ്റുവേഷനാണുള്ളത്. നിലവിൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഒരു സാഹചര്യം അല്ലെങ്കിൽ ഒരു ഓപ്പർച്യൂണിറ്റി അല്ലെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയൊരു പുതുമയില്ലാത്തൊരു കാര്യമാണ്. നമ്മൾ നേരത്തെ തന്നെ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം എല്ലാ ടൂർണമെൻറ്റുകളിലും പാർട്ടിസിപ്പേറ്റ് ചെയ്ത് അല്ലെങ്കിൽ പല ടൂർണമെൻറ്റിലും പാർട്ടിസിപ്പേറ്റ് ചെയ്ത് അതിൻ്റെ ഒരു നിർണായക സിറ്റുവേഷനിൽ മത്സരത്തിൽ എവിടെയെങ്കിലുമൊക്കെ വെച്ച് എന്തെങ്കിലും ഒരു മണ്ടത്തരം കാണിച്ച് പുറത്താവുന്ന സിറ്റുവേഷൻ പലപ്പോഴായി ആരാധകർ കണ്ടു കഴിഞ്ഞു. ഇന്നലത്തെ മത്സരത്തിലും ഇതേ സംഭവം തന്നെയാണ് നടന്നിട്ടുണ്ടായിരുന്നത്. 88-ാം മിനിറ്റിൽ രണ്ട് താരങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്ന ഒരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പിൻ്റെ ഫലമായിട്ടാണ് ആ ഒരു ഗോൾ വന്നിട്ടുണ്ടായിരുന്നത്. അതിനെല്ലാം പുറമെ കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സീസൺ, അതായത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്, ISLൻ്റെ കാര്യത്തിൽ ഒരു വ്യക്തത ഇതുവരെ വരാത്ത സാഹചര്യമാണ്. അതിനെല്ലാം പുറമെ ഒരു ലോങ് ബ്രേക്കിന് ശേഷമാണ് ബ്ലാസ്റ്റേഴ്സ് ടീം തങ്ങളുടെ മത്സരത്തിന് വേണ്ടി ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. അതിനെല്ലാം പുറമെ കേരള ബ്ലാസ്റ്റേഴ്സ് ഈ ഒരു മത്സരത്തിൽ എന്തെങ്കിലും, അതായത് ആദ്യത്തെ രണ്ട് മത്സരം തുടർ വിജയമായതിനാൽ തന്നെ ഒരു ഹോപ്പ് വെച്ചിട്ടായിരുന്നു എല്ലാ ആരാധകരും ഇരുന്നിട്ടുണ്ടായിരുന്നത്. എന്നാൽ കേരള ബ്ലാസ്റ്റേഴ്സിന് അതിന് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. കേരള ബ്ലാസ്റ്റേഴ്സിന് ഒരു ഗോളിൻ്റെ പരാജയമാണെങ്കിൽ പോലും, അത് ഓൺ ഗോൾ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോലും, ഒരേ ഗോൾ ഡിഫറൻസ് രണ്ട് ടീമുകൾക്കിടയിലും ഉണ്ട്, ഒരേ പോയിന്റ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഹെഡ് ഹെഡ് എന്ന ഫാക്ടർ കൺസിഡർ ചെയ്യുന്നതിനാൽ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിന് ആ ഒരു സ്ഥാനം നഷ്ടപ്പെടുകയായിരുന്നു. സോ അതിനാൽ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് പുറത്താകുന്ന സിറ്റുവേഷൻ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നതാണ്. നമ്മൾ ഇന്നലെ തന്നെ ഈ ഒരു മത്സരത്തിൽ ഡേവിഡ് കെറ്റാല കോച്ച് നടത്തിയിട്ടുണ്ടായിരുന്ന ഒരു വലിയ രണ്ട് മണ്ടത്തരങ്ങൾ നമ്മൾ നേരത്തെ തന്നെ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഒന്നാമത്തെ ആയിരുന്നു 6 വിദേശ താരങ്ങളെയും പ്ലേയിങ് ലെവലിലേക്ക് ഇറക്കിയിട്ടുണ്ടായിരുന്നത്. ഒരു കാരണവശാലും അങ്ങനെ 6 വിദേശ താരങ്ങളെയും ഇറക്കേണ്ട ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നില്ല. അത് മാത്രമല്ല, 2 വിദേശ താരങ്ങളെങ്കിലും സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് വെക്കുകയായിരുന്നുണ്ടെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് അവരെ സെക്കൻഡ് ഹാഫിലോ അല്ലെങ്കിൽ ഒരു മത്സരത്തിൻ്റെ മറ്റൊരു പോയിന്റ് ഓഫ് വ്യൂവിൽ ഇറക്കാനായിട്ട് സാധിക്കുമായിരുന്നു. പോരാത്തതിന് അഡ്രിയാൻ ലൂണയെ പിൻവലിച്ചതും പിന്നീട് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ താരമായിട്ടുള്ള സന്ദീപിന് കിട്ടിയ റെഡ് കാർഡും എല്ലാം കൊണ്ടും കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ കയ്യെത്തും ദൂരത്തിരുന്ന ഒരു സെമി ഫൈനൽ അത് നശിപ്പിച്ച് കളഞ്ഞ എന്ന് വേണമെങ്കിൽ പറയാൻ സാധിക്കുന്ന സിറ്റുവേഷനാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിൽ ഉണ്ടായിട്ടുള്ളത്. ഇതിനെ നമുക്കെല്ലാവരും കണ്ടിട്ടുണ്ടായിരുന്നതാണ്. കൊച്ചു ഡേവിഡ് കെറ്റാല വളരെയധികം ദേഷ്യത്തോടെ ആ ഒരു ബോട്ടിൽ അടിച്ച് തെറിപ്പിക്കുന്ന ഒരു കാഴ്ച. അത് തന്നെയായിരുന്നു എല്ലാ ആരാധകരുടെയും ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത്. കാരണം സെമി ഫൈനൽ ഉറപ്പിച്ച് 88-ാം മിനിറ്റ് വരെ വളരെയധികം സ്ട്രോങ് ആയിട്ട് തന്നെ പിടിച്ചു നിന്നിട്ടുണ്ടായിരുന്നു. യുവാൻ റോഡ്രിഗസ് എന്ന് പറയുന്ന താരം വളരെയധികം മികച്ച പ്രകടനം തന്നെ മത്സരത്തിൽ കാഴ്ചവെച്ചിട്ടുണ്ട് എന്ന് എടുത്ത് പറയേണ്ടതാണ്. കാരണം പലപ്പോഴും ബോക്സിൽ വരുന്ന ക്രൂഷ്യൽ അല്ലെങ്കിൽ ഡേഞ്ചർ സിറ്റുവേഷൻ അധികം ഫേസ് ചെയ്ത് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നതാണ്. ബട്ട് അതേസമയം മറ്റ് താരങ്ങൾക്കിടയിലുള്ള കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പുകളും ഒക്കെ കൊണ്ടും വളരെയധികം മോശമായിട്ടുള്ള ഒരു മത്സരം തന്നെയായിരുന്നു ഇന്നലെ നടന്നിട്ടുണ്ടായിരുന്നത്. ഇനി എന്താണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മുന്നിലുള്ളത്? ഉറപ്പായും ISL തന്നെയാണ്. പക്ഷേ ISL എന്ന് ആരംഭിക്കുമെന്നും ISLൻ്റെ ഡേറ്റ് എന്നാണോ എന്നും ഒന്നും തന്നെ ഒരു വ്യക്തത ഇല്ലാത്ത സിറ്റുവേഷനാണ്. നിലവിൽ ടെൻഡർ പ്രോസസ്സ് എന്ന് പറഞ്ഞുകൊണ്ട് നവംബർ 5-ാം തീയതി ഫൈനൽ ഡേറ്റ് ആയിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അത് എക്സ്റ്റെൻഡ് ചെയ്ത് നവംബർ 7 ഇന്ന് വരെ ആക്കിയിട്ടുണ്ടായിരുന്നു. ഇതുവരെ അതുമായി ബന്ധപ്പെട്ടൊരു വ്യക്തത വന്നിട്ടില്ല. സോ ആ ഒരു സാഹചര്യത്തിൽ ISL എന്നായിരിക്കും എന്നൊരു കാര്യത്തിൽ ഇതുവരെ ഒരു വ്യക്തതയില്ല. പോരാത്തതിന് ഈ ഒരു സൂപ്പർ കപ്പിൻ്റെ ഫൈനൽ അല്ലെങ്കിൽ സെമി ഫൈനലൊക്കെ വരുന്നത് ഡിസംബർ 3, 5 തുടങ്ങിയ തീയതികളിലാണ്. അതായത് ഇനിയൊരു നല്ലൊരു ബ്രേക്ക് തന്നെ ഇന്ത്യ ഇടയ്ക്ക് ലഭിക്കുന്നുണ്ട്. കാരണം പല AFC ടൂർണമെൻറ്റുകളാവട്ടെ അല്ലെങ്കിൽ AFC മത്സരങ്ങളാവട്ടെ, അതിന് പുറമെ മറ്റു തരത്തിലുള്ള ഇൻ്റർനാഷണൽ മത്സരങ്ങളാവട്ടെ, ഇതെല്ലാം നടക്കുന്നതിനാൽ തന്നെ ഒരു വലിയ ബ്രേക്ക് വരുന്നുണ്ട്. സോ അത് കഴിഞ്ഞ ശേഷം സൂപ്പർ കപ്പിൻ്റെ ഫൈനലും കഴിഞ്ഞിട്ട് പുതിയ ടെൻഡർ പ്രോസസ്സുകളും മറ്റ് പ്രോസസ്സുകളെല്ലാം കഴിഞ്ഞ് ഒരു മാസത്തിൻ്റെ ഒരു ട്രെയിനിങ് സെഷനും കൂടി ക്ലബ്ബുകൾക്ക് കൊടുത്തിട്ടായിരിക്കും ISL ആരംഭിക്കുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഡിസംബർ അവസാനമോ അല്ലെങ്കിൽ ജനുവരി 2nd വീക്കോ ആയിരിക്കും ISL ആരംഭിക്കുന്നുണ്ടെങ്കിൽ മാത്രം. കാരണം ഒരു വ്യക്തത ഇതുവരെ ആയിട്ടും ISLൻ്റെ കാര്യത്തിൽ നമുക്ക് ലഭിക്കുന്നില്ല എന്നുള്ളത് എടുത്തു പറയേണ്ടതാണ്. സോ എന്നാൽ തന്നെ ISL ആരംഭിക്കുക അല്ലെങ്കിൽ ISL ആണ് ഈ അടുത്ത ലക്ഷ്യമെന്ന് പറയുന്നത്. കാരണം കേരള ബ്ലാസ്റ്റേഴ്സിന് ഈ ഒരു സൂപ്പർ കപ്പിൽ വളരെ മികച്ച പ്രകടനം കാഴ്ചവെക്കാമായിരുന്നതായിരുന്നു. കാരണം കയ്യെത്തും ദൂരത്തിൽ ഒരു സെമി ഫൈനൽ നഷ്ടപ്പെടുത്തി, അതും ഏറ്റവും വലിയ മണ്ടത്തരമായി പോയി. അത് മാത്രമല്ല, കഴിഞ്ഞു പോയിട്ടുണ്ടായിരുന്ന ഡൂറന്റ് കപ്പിൽ കേരള ബ്ലാസ്റ്റേഴ്സ് പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഇങ്ങനെയെല്ലാം തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിന് ആദ്യത്തെ ട്രോഫി, അതായത് കേരള ബ്ലാസ്റ്റേഴ്സിന് എന്നായിരിക്കും ആ ഫസ്റ്റ് ട്രോഫി നേടിയെടുക്കാൻ സാധിക്കുക. അതായത് ഇതുവരെ ഒരു ട്രോഫി പോലും ഇല്ലാത്ത ക്ലബ് എന്ന ലേബൽ ഇപ്പോഴും കേരള ബ്ലാസ്റ്റേഴ്സ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ അത് മാറ്റിയെടുക്കണമെന്നുണ്ടെങ്കിൽ ഇനി വരുന്നത് ISL ആണ്. ISLൽ കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഇനിയുള്ള ഏക പ്രതീക്ഷ എന്ന് പറയുന്നത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു നല്ലൊരു സ്കോഡ് കേരള ബ്ലാസ്റ്റേഴ്സിന് ഉണ്ട് എന്നുള്ളതാണ്. എങ്കിൽ പോലും പല താരങ്ങൾക്കിടയിലുമുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പുകളും തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ മാറ്റി അതുമായി കൃത്യമായി കോച്ച് ഡേവിഡ് കെറ്റാല കൂടുതൽ ഇൻവോൾവ്മെൻറ്റ് നടത്തിയെങ്കിൽ മാത്രമേ
കേരള ബ്ലാസ്റ്റേഴ്സിന് വരുവാനായിട്ട് പോകുന്ന ISL സീസണിലെങ്കിലും എന്തെങ്കിലും ചെയ്യുവാനായിട്ട് സാധിക്കത്തുള്ളൂ. സോ ഇനി ISL ആണ് അടുത്ത പ്രതീക്ഷ. നമുക്ക് കണ്ടു തന്നെ അറിയാം ISL എന്തായിരിക്കും നടക്കുവാനായിട്ട് പോകുന്നതെന്ന്.